പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് ഡ്യൂട്ടി ബേസ്ഡ് ഓൺ ദി ആർട്ടിക്കിൾ 51A. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 51Aയിലാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ദ ഡയർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈസ് വെരി ഇൻഡിജീനിയസ് കൺസെപ്റ്റ് ഓഫ് ഫിലോസഫി. സാമൂഹികവും പിന്നെ രാഷ്ട്രീയവുമായ സ്ട്രക്ചർ വളരെ പ്രത്യേകമാണ് ഹിന്ദു ഫിലോസഫിയിൽ എന്നാണ് പറയുന്നത്. എന്താണ് ഹിന്ദു ഫിലോസഫിയിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടന പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ആൻഡ് ഹെൻസ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആസ് കൺസെപ്റ്റ് ആർ നോട്ട് ടു ഓൾ ഫോറിൻ ടു ഇന്ത്യ. മറ്റ് രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യയിൽ എന്തുള്ളത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉള്ളത്. The 42nd Amendment Act incorporates part of 4A, which imposes certain duties on the citizen. Part 4A പ്രകാരമാണ് എന്തുള്ളത്? Fundamental duty incorporated. The duties laid down under Article 51A are, however, totally unenforceable duties intended merely to create philosophical concerns among the citizens. കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ശരി തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോടതിയിൽ പോയി എൻഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ളത് ഈ പുസ്തകത്തിൽ നോക്കിയാൽ പഠിക്കാൻ പറ്റുന്നതാണ്. അതിന് പുസ്തകം വേറെ അല്ലേ? മോളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിപ്പുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിപ്പുണ്ടോ? ആ പറയൂ പറയൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ഉണ്ട്. Duties on Article 51A. Social and political structure is a very indigenous concept in Hindu philosophy, and hence fundamental duties as a concept are not at all foreign to India. The 42nd Amendment Act incorporated Part 4A, which imposes certain duties on the citizen. The duties laid down under Article 51A are, however, totally unenforceable duties intended merely to create psychological convenience among the citizen. ഡയറക്റ്റീവ് വായിക്കാനാ? നോക്കൂ, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A. പാർട്ട് 4Aയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4Aയിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആർട്ടിക്കിൾ 51A. The fundamental duties shall be the duty of every citizen of India. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ഡ്യൂട്ടിയാണ് നമ്മൾ താഴെ പറയുന്നത്. ഏതൊക്കെയാണ് താഴെ പറയുന്ന ഡ്യൂട്ടികൾ? താഴെ പറയുന്ന ഡ്യൂട്ടികൾ: ടു അബൈഡ് എനി കോൺസ്റ്റിറ്റ്യൂഷൻ, അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യണം. നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും ബഹുമാനിക്കണം. മനസ്സിലായോ? ഭരണഘടനയെ ബഹുമാനിക്കണം, ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കണം, ദേശീയ പതാകയെ ബഹുമാനിക്കണം, ദേശീയ ഗാനത്തിനെയും ബഹുമാനിക്കണം. ഓക്കെ, മനസ്സിലായി സാർ. B. To cherish the and follow the noble ideas
which inspired our national struggle for freedom. നാഷണൽ സ്ട്രഗിൾ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയും അതിൻ്റെ ഐഡിയകളെയും എന്ത് ചെയ്യണം? ആരാധിക്കണം, ചെറിഷ് ചെയ്യണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നാഷണൽ ലീഡേഴ്സിനെ ആരാധിക്കണം എന്ന് പറയും. ആ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ കയറി വരും. ദേശീയ നേതാക്കളെ ആരാധിക്കണം എന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണോ എന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് കൺഫ്യൂഷൻ വരും. ടു ചെറിഷ് and to follow the noble ideas which inspire the national struggle for freedom. നാഷണൽ സ്ട്രഗിൾ, ദേശീയ സമരം, സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരത്തിനെയും അതിൻ്റെ ആശയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം, ബഹുമാനിക്കണം. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സോവറിനിറ്റി, പരമാധികാരം, യൂണിറ്റി, ഐക്യം, ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത, ഇതിനെയെല്ലാം നമ്മൾ ഉയർത്തിപ്പിടിക്കണം, അപ്ഹോൾഡ് ചെയ്യണം. To defend the country and render national service when called upon to do so. ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ഉക്രൈനിൽ നടക്കുന്നത് പോലെ സിവിലിയന്മാർ ആയുധമെടുക്കണമെന്ന് പറഞ്ഞാൽ പൗരന്മാരെന്ത് ചെയ്യണം? ആയുധമെടുത്ത് പോരാടണം. ടു ഡിഫെൻഡ് ദ കൺട്രി, രാജ്യത്തിനെ ശത്രു രാജ്യം ആഗ്രഹിച്ചാൽ നമ്മൾ എതിർക്കണം, ഡിഫെൻഡ് ചെയ്യണം. ആൻഡ് റണ്ടർ നാഷണൽ സർവീസ്, ദേശീയ സർവീസ് നടത്തണം. വെൻ കാൾഡ് അപ്പോൺ ടു ഡു സോ, എപ്പോഴാണോ രാജ്യം ആവശ്യപ്പെടുന്നത് അപ്പോൾ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്യും. അടുത്തത്, ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ, ട്രാൻസെൻഡിങ് റിലീജിയസ്, മതപരമായ വ്യത്യാസമില്ലാതെ, ലിംഗ്വസ്റ്റിക്, ഭാഷാപരമായ വ്യത്യാസമില്ലാതെ, റീജണൽ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, തെക്കൻ ഇന്ത്യ, വടക്കൻ ഇന്ത്യ, മധ്യ ഇന്ത്യ എന്ന വ്യത്യാസമില്ലാതെ, സെക്ഷൻസ് ഡൈവേഴ്സിറ്റീസ്, ഭിന്നതകളൊന്നുമില്ലാതെ, റിനൗൺസ് ദ പാർട്ടീസ് ഡിഗ്രേറ്ററി ഡിഗ്നിറ്റി ഓഫ് വുമൺ, എന്ത് ചെയ്യണം? ടു പ്രൊമോട്ട് ഹാർമണി, മതസൗഹാർദ്ദം, സൗഹാർദ്ദം, ഹാർമണി പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്, ഇന്ത്യയിലെ എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും സഹോദരിമാരാണ്, ബ്രദർഹുഡ് വളർത്തണം. എമംഗ് ഓൾ പീപ്പിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലും സഹോദര്യം വളർത്തണം. എന്നാണ്? ട്രാൻസെൻഡിങ് റിലീജിയസ്, മതപരമായ വ്യത്യാസമില്ലാതെ സാഹോദര്യം വളർത്തണം. ഭാഷാപരമായ വ്യത്യാസമില്ലാതെ സാഹോദര്യം വളർത്തണം. റീജണൽ, തെക്കൻ ഇന്ത്യ, വടക്കൻ ഇന്ത്യ, കിഴക്കൻ ഇന്ത്യ, പടിഞ്ഞാറ് ഇന്ത്യ, മധ്യ ഇന്ത്യ എന്ന വ്യത്യാസമില്ലാതെ സാഹോദര്യം ഉണ്ടാവും. സെക്ടോറിയൽ ഡൈവേഴ്സിറ്റീസ്, അടുത്തത്, അതില്ലാതെ സാഹോദര്യം വളർത്താൻ. ടു റിനൗൺസ് പ്രാക്ടീസ് ഡിറോഗേറ്ററി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് വുമൻ, സ്ത്രീകളുടെ മാന്യത അംഗീകരിക്കണം. അല്ലേ? ഇപ്പോൾ ഓരോ സംസ്ഥാനത്തൊക്കെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുക. സ്ത്രീകളുടെ ഡിഗ്നിറ്റി അംഗീകരിക്കാൻ ചെയ്യും. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം. അടുത്തത്, ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ആൻഡ് ഹെറിറ്റേജ് ഓഫ് കോമ്പോസിറ്റ് കൾച്ചർ, വൈവിധ്യമായ നമ്മുടെ സംസ്കാരം പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം, അതിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കണം. അടുത്തത്, ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവിയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലീവിങ് ക്രീച്ചേഴ്സ്. എന്തൊക്കെ വേണം? ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവിയോൺമെൻറ്റൽ, നാച്ചുറൽ പ്രകൃതിദത്തമായ എൻവിയോൺമെൻറ്റ്, പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, വനം സംരക്ഷിക്കണം. ഫോറസ്റ്റ്, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ലേക്ക്, തടാകങ്ങൾ സംരക്ഷിക്കണം. റിവർ, നദികൾ സംരക്ഷിക്കണം. ആൻഡ് വൈൽഡ് ലൈഫ്, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം. ആൻഡ് ഹാവ് ഇറ്റ് ടു പാഷനേറ്റ് ഓഫ് ലിവിങ് ക്രീച്ചേഴ്സ്, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ക്രീച്ചേഴ്സിനെയും സംരക്ഷിക്കണം. പക്ഷേ പൈസ ഇല്ലാത്തവന്, ഭൂമി ഇല്ലാത്തവന്, അധികാരത്തിൽ സ്വാധീനമില്ലാത്തവന്, രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ലാത്തവന് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. കേരളിൻ്റെ പേരിൽ 50,000 കുടുംബങ്ങളെ കുടിയിറക്കും. അവർക്ക് പുനരധിവാസം പോലും വേണം. ഭരണഘടന ഇതൊക്കെ അതുകാര്യം. അടുത്ത്, ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയമായ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാക്കണം. ഹ്യൂമാനിസം, മനുഷ്യത്വപരമായ കണ്ടുപിടുത്തങ്ങളുണ്ടാക്കണം.
and spirit of enquiry of reform. എന്ത് ചെയ്യണം? ഇന്ത്യയിലെ പരിഷ്കാരങ്ങളെ, റിഫോംസിനെ അംഗീകരിക്കും. ഇപ്പോൾ റിഫോം ചെയ്ത് എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഭൂമിയില്ലാത്തവരുടെ എണ്ണത്തേറ്റ 10 ഇരട്ടിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭൂമിയില്ലാത്തവർ. ആൻഡ് സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജൂർ വയലൻസ്. സേഫ് ഗാർഡ് ദ പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സ്വത്ത് സംരക്ഷിക്കണം, വയലൻസിനെ തടയണം. To strive towards excellence and spheres of individual and collective activity so that the national constantly raises the higher level of our endeavor to achieve. ഇന്ത്യയിൽ വ്യക്തിപരമായോ ദേശീയപരമായോ ഒക്കെ അച്ചീവുകൾ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നേടിയവരെ എന്ത് ചെയ്യണം? നമ്മൾ അംഗീകരിക്കണം. എം.എസ്. സ്വാമിനാഥൻ പുതിയ വിളകൾ കൊണ്ടുവന്നു, അംഗീകരിക്കണം. പിന്നെ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നു, അംഗീകരിക്കാം. ഇതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കണം. Who is the parent or a guardian provide the opportunity to educate his child? ഒരു ഗാർഡിയനോ പേരൻറ്റിനോ കുട്ടിയെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അവസരം ഒരുക്കി കൊടുക്കണം. ആസ് ദ കേസ് മേ ബി ദ വാർഡ് ബിറ്റ്വീൻ ഏജ് ഓഫ് 16 and 14 years. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസമുള്ള സൗകര്യം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 21A ഫണ്ടമെൻ്റൽ റൈറ്റ് എഴുതിയിട്ടുണ്ട്. 4 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് റൈറ്റ് വേണമെന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ജഡ്ജി നമ്മോട് തിരിച്ചു വാദിക്കും, ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓൾസോ. നിങ്ങൾക്ക് ഡ്യൂട്ടിയും ഉണ്ട്, നിങ്ങൾ ഡ്യൂട്ടി അങ്ങ് ചെയ്താൽ മതി. റൈറ്റ് ഇപ്പോൾ സർക്കാർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ശരി, ഒന്ന് വായിച്ചേ. Fundamental duties. 51A. Fundamental duties. It shall be the duty of every citizen of India, 1A, to abide by the Constitution and respect its ideals and institutions, the national flags and the national anthem. B, to cherish and follow the noble ideals which inspired our national struggle for freedom. C, to uphold and protect the sovereignty, unity, and integrity of India. D, to defend the country and render national service when called upon to do so. E, to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional and sectional diversities, to renounce practices derogatory to the dignity of women. F, to value and preserve the rich heritage of our composite culture. G, to protect and improve the natural environment including forests, lake, river, and wildlife, and to have compassion for living creatures. H, to develop the scientific temper, humanism, and the spirit of inquiry and reform. I, to safeguard public property and to abjure violence. J, to strive towards excellence in all spheres of individual and collective activities so that the nation constantly rises to higher levels of endeavors and achievements. K, who is a parent or guardian to provide opportunity for education to his child, or as the case may be, while between the age of 6 and 14 years. Sir. Yes. Right. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി ഇപ്പോൾ അടുത്ത നോക്കൂ, എന്താണ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്? എൻ്റെ അർത്ഥം എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? കേന്ദ്രഭരണം. ഓക്കെ സാർ. Article 52 of the Constitution of India makes clear that there shall be a president. എന്താ പറയുന്നേ? ആർട്ടിക്കിൾ 52 പറയുന്നു ഇന്ത്യക്ക് there shall be a president. ഇന്ത്യക്ക് ആര് വേണം? പ്രസിഡന്റ് വേണം.
Further, Article 53 vests in the President, the executive of the Union. Such powers shall be exercised by the President either directly through their official subordinate to him according to his constitution. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് നേരിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വഴിയോ എന്ത് ചെയ്യും? രാജ്യത്തെ ഭരിക്കാം. രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് പ്രസിഡന്റ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായതാ. In addition to the power vested to the President by Article 53, including Supreme Commander of the Defense Forces, 53 പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഹെഡ് മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡറായി. പക്ഷേ അതിനെതിരെയാണ് എന്ത് വെച്ചിട്ടുള്ളത്? സംയുക്ത സൈനിക മേധാവിയെ വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? സംയുക്ത സൈനിക മേധാവി എന്നൊരു പദവി ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അടുത്ത്, wide powers given the President in emergency, including the power to suspend and enforce the fundamental rights. Article 5. പ്രസിഡന്റിന് വളരെ വിശാലമായ അധികാരമുണ്ട് എമർജൻസി സമയത്ത് 359 പ്രകാരം മൗലികാവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി സാർ. Every bill to become law requires his assent. പാർലമെന്റിൽ നിയമമല്ല പാസ്സാക്കുന്നത്, പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ല. എല്ലാവരും പറയാറുണ്ട് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ല, പാർലമെന്റ് ബില്ല് പാസ്സാക്കും. നിയമമാകുമ്പോൾ ആരാണ് ഒപ്പിടുന്നത്? പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പിട്ടാലേ നിയമമാകൂ. പാർലമെന്റ് ബില്ല് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ നിയമമാകും. അപ്പൊ പാർലമെന്റിൽ നിയമം പാസ്സാക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, ബില്ലാണ് പാസ്സാക്കുന്നത്. അത് ഒപ്പിടുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രമേ അതെന്താവുള്ളൂ? അത് ലോയാവുള്ളൂ. അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെയാണ്. ആദ്യം വെള്ളം ചൂടാക്കും, ചായ എന്ന് പറയൂ? ഇല്ല. ചൂടുവെള്ളം എന്ന് പറയും. അതിനകത്ത് പാലൊഴിച്ചു, ചായ എന്ന് പറയൂ? ഇല്ല. പഞ്ചസാര ഇട്ടു, ചായ എന്ന് പറയൂ? ഇല്ല. അപ്പൊ തേയിലപ്പൊടിയും കൂടിട്ടാലേ ചായയാവും, അല്ലേ? അതെ സാർ. അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ അതെന്താവൂ? നിയമമാവൂ. He can refuse his assent to a bill or send back to reconsideration. Article 110. അപ്പോൾ 111 പ്രകാരം പാർലമെന്റ് ഭൂരിപക്ഷത്തോടെ ഒരു ബില്ല് പാസ്സാക്കി അയച്ചാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കാം. No money can be granted unless recommendation by the president, nor money bill can be introduced except his recommendation. Article 117. Article 114 പ്രകാരം 117 പ്രകാരം പ്രസിഡന്റിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ഇല്ലാതെ മണി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനേ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. The Constitution vested in the President with power to grant pardon, remit the punishment under Article 72 പ്രകാരം ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിൽ അവനെ കൊല്ലണ്ട, ജീവപര്യന്തം കിടന്നോട്ടെ എന്ന് പറയാം. അല്ലെങ്കിൽ ജീവപര്യന്തം കിടക്കുന്ന ഒരാൾക്ക് 15 വർഷമായി കുറയ്ക്കാം, അല്ലെങ്കിൽ 10 വർഷമായി കുറയ്ക്കാം, അല്ലെങ്കിൽ 20 വർഷമായി കുറയ്ക്കാം, അല്ലെങ്കിൽ ഇത്രയും നാൾ കിടന്നില്ലേ ഒപ്പോട്ടെ എന്ന് പറയും. അത് ആർട്ടിക്കിൾ 72. എന്താ പറഞ്ഞേക്കുന്നത്? The Constitution vested in the President the power to grant pardon and remit the punishment according to Article 72. The executive actions of the central government are expressly taken in the name of the President. Article 77. ഇന്ത്യൻ ഗവൺമെന്റ് ആരുമായി, ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ആരുമായി കോൺട്രാക്റ്റിൽ ഒപ്പിട്ടാലും അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പേരിലാണ് ഒപ്പിടുന്നത്. മനസ്സിലായോ? മനസ്സിലായതാ. ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കും ഒപ്പിടുന്നത്, ചിലപ്പം പല ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരിക്കും ഒപ്പിടുന്നത്. പക്ഷേ ആരുടെ പേരിലാണ് ഒപ്പിടുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് പറയുന്നത് 77.
The President can promulgate ordinance when both the House of the Parliament are not in session. രണ്ട് പാർലമെൻറ്റും നടക്കാത്ത സമയം, സെഷൻ ഇല്ലാത്ത സമയം, or when satisfies the circumstances exist renders it necessary for him to immediate action of Article 120. 128 പ്രകാരം അടിയന്തരമായി ഒരു നിയമം ആവശ്യമുള്ളപ്പോൾ പാർലമെന്റ് കൂടാത്ത സമയത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നിയമം പുറപ്പെടുവിക്കുവാൻ പ്രസിഡന്റ് അധികാരം. അത്രയൊന്ന് വായിച്ചേ മോളെ. The Union Executive, the President. Article 52 of the Constitution of India makes the declaration that there shall be a President of India. Further, Article 43 vests in the President the executive power of the Union, and such powers shall be exercised by the President either directly or through officers subordinate to him in accordance with the Constitution. In addition to the power vested in the President by Article 53, including the supreme command of the defense forces, all the important appointments are made by the President of India. Wide powers are given to the President in emergency, including the power to suspend the enforcement of the fundamental rights, Article 559. Every bill to become law requires his assent. He can refuse his assent to a bill or send it back for consideration, Article 111. No money can be guaranteed unless recommended by the President, nor can money bill be introduced except on his recommendation, Article 170. The Constitution vests in the President the power to grant pardon and remit punishment, Article 72. The executive actions of the central government are expressed to be taken in the name of the President, Article 77. The President can promulgate ordinance when both the houses of the Parliament are not in session, or when he is satisfied that circumstances exist which renders it necessary for him to take immediate action, Article 128. ഓക്കെ, Right. നോക്കൂ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ മുതൽ എവിടം വരെയാ? അല്ലല്ലോ, ഇനി നമ്മൾ അത് കഴിഞ്ഞതാ സാർ. പൊസിഷൻ ഓഫ് പ്രസിഡന്റ് അല്ലേ? അതെ സാർ. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റിന്റെ സ്ഥാനം എന്താണ്? പൊസിഷൻ ഓഫ് സ്ഥാനം. അണ്ടർ ദ പാർലമെന്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആസ് എംബോഡൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ താഴെ the president is the constitutional or formal head of the union. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം യൂണിയൻ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, and he exercises power and function conferred on him by or under the constitution on the aid and advice of his council of ministers. എങ്ങനെയാണ് പ്രസിഡന്റ് ഭരിക്കുന്നത്? ആ പ്രസിഡന്റിനെ സഹായിക്കുന്നതിന് വേണ്ടി എയ്ഡ് സഹായിക്കുവാൻ, അഡ്വൈസ് ഉപദേശിക്കുവാൻ ആരുണ്ട്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, മന്ത്രിസഭ. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രകാരം യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് പ്രസിഡന്റ് ആകുന്നു. പ്രസിഡന്റിനെ ഉപദേശിക്കാനും അഡ്വൈസ് ചെയ്യാനും ഉപദേശിക്കാനും സഹായിക്കുന്നതിനും ആരുണ്ട്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ്, ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 പ്രകാരം കുറ്റവാളികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. എങ്ങനെയാണ്? അണ്ടർ ആർട്ടിക്കിൾ 72, ആർട്ടിക്കിൾ 72 പ്രകാരം 72 പ്രകാരം the president has power to grant pardons, reprieves, respites and remission of punishment, or to suspend, remit or commute the sentence of any person convicted any offence.
ഏത് കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളെയും എന്ത് ചെയ്യാം? സസ്പെൻഡ്, ശിക്ഷ റദ്ദ് ചെയ്യാം, റെമിറ്റ് ചെയ്യാം. റെമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയിൽ നിന്ന് വേറൊരു ശിക്ഷയിലേക്ക് മാറ്റി കൊടുക്കാം, കമ്മ്യൂട്ട് ചെയ്യാം, കുറയ്ക്കാം. മനസ്സിലായോ? Yes, sir. At any convicted offence by court martial to offence against law relating to matters with the executive power of the union extends. എവിടൊക്കെ ചെയ്യാം? കോർട്ട് മാർഷ്യലിൽ ഇടപെടാം. യൂണിയൻ ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? Central government. സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന എല്ലാം ചെയ്യാം. പിന്നെ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ശിക്ഷയിലും ഇടപെടാം. In all cases which sentence of his conduct. അത് ഈ പറഞ്ഞതൊന്നും അല്ലെങ്കിൽ വധശിക്ഷ കാത്തുകിടക്കുന്നവരുടെ ശിക്ഷയിലും ആർക്കിടപെടാം? President. The philosophy underlying the pardoning power is that very civilized country categorizes that, therefore provided for pardoning power to be exercised as an act grave and humanity in proper case. എന്താണ് ഈ പാർഡനിങ് പവറിൽ ഇടപെടുന്നതിൻ്റെ ഞാൻ ക്ഷമിച്ചേക്കുന്നു, കൊല്ലാൻ വിളിച്ചല്ലേ, ഞാൻ ക്ഷമിച്ചേക്കുന്നു, നിന്നെ കൊല്ലും എന്ന് പറയുന്നതിൻ്റെ ഫിലോസഫി എവരി സിവിലൈസ്ഡ് കൺട്രി റെക്കഗ്നൈസ്. എല്ലാ സിവിലൈസ്ഡ് കൺട്രി, എന്തോ സിവിലൈസ്ഡ്, പുരോഗമന സമൂഹം, സിവിലൈസ്ഡ് അംഗീകരിച്ചതാണ്. And has therefore provided for pardoning power to exercise and act grave humanity in the proper case. ശരിയായ കേസുകളിൽ മനുഷ്യത്വം നോക്കി അവന്റെ വധശിക്ഷ എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ. Without such a proper clemency, the exercise by some department of functionary of government. അവിടെ എന്താണ്? The power of clemency to be exercised by some department or functionary of a government. ഗവൺമെന്റിന്റെ ഫംഗ്ഷനുടെ ഭാഗമായി ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇടപെടലിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചെയ്യുന്നത്. A country would be most imperfect and deficient is പൊളിറ്റിക്കൽ മൊറാലിറ്റി. അപ്പോൾ രാഷ്ട്രീയപരമായ മൊറാലിറ്റി ആര് കാണിക്കണം? രാജ്യം കാണിക്കണം. ആൻഡ് ഇൻ ദ ആട്രിബ്യൂട്ട് ഓഫ് ദ ഡൈറ്റി whose judgment is always tempered with mercy. അപ്പോൾ ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിക്ക് മുകളിലുള്ള അധികാര കേന്ദ്രമായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ഇത് ബിക്കംസ് ടെമ്പിൾ ഓഫ് മേഴ്സി. ദയയുടെ ആരായിരിക്കണം? ശ്രീകോവിലായിരിക്കണം. അതുകൊണ്ടാണ് ഈ അവസരം ആർക്ക് കൊടുക്കുന്നത്? അപ്പോൾ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ച, രണ്ടല്ല മൂന്നെണ്ണം. Position of the President. Under the parliamentary form of the government, as embodied in the Constitution of India, the President is the constitutional or formal head of the Union, and he exercises his powers and functions conferred on him by or under the Constitution on the aid and advice of his Council of Ministers. Pardoning power of the President. Article 72. Under Article 72, President has the power to grant pardon, reprisals, respites, or remission of punishment, or to suspend, remit, or commute the sentence of any person convicted of any offence. 1. By court martial to an offence against any law relating to a matter to which the executive power of the Union extends, or 3. In all cases in which the sentence is one of death. The philosophy underlying the pardon power is that every civilized country recognizes and has therefore provided for the pardoning power to the exercised as an act of grace and humanity in proper cases. Without such a
power of clemency to be exercised by some department of functionary of the government, the country would be most imperfect and deficient in its political morality and in that attribute of deity whose judgment are also always tempered with mercy. Sir. Okay. അപ്പോൾ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഖേഗർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1989 സുപ്രീം കോർട്ട് കേസ് 204. ഇതേത് കേസാണെന്ന് അറിയാമോ? ഖേഗർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇല്ല സർ. ഇന്ദിരാഗാന്ധി വെടിവെക്കുന്ന കേസാണ്. ഖേഗർ സിംഗ് വേഴ്സസ് യൂണിയൻ. The Supreme Court observed that it seems as that there is sufficient indication in the terms of Article 72 and in his history of the power enriched and the provision as well as exercise in case law. The specific guidelines not to be spelled out. എന്താ പറഞ്ഞേ? അങ്ങനെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് പാർഡനിങ് പവറൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഗൈഡ് ലൈൻസ് ഒന്നും ആരിറക്കിയിട്ടില്ല. പ്രസിഡന്റോ സുപ്രീം കോടതിയിൽ നിന്നും ഇറക്കിയിട്ടില്ല. മനസ്സിലായോ? Indeed, it may not be possible to lay down any precious, clearly defined, sufficient, channelized guideline. Indeed, വളരെ അത്യാവശ്യമാണ്. It may not possible to down any precious, വളരെ പ്രഷ്യസ് ആയ ഗൈഡ് ലൈൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ക്ലിയർ, വ്യക്തമായ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. ആൻഡ് സഫീഷ്യൻറ്റ് ഗൈഡ് ലൈൻസ്, ചാനലൈസ്ഡ് ഗൈഡ് ലൈൻസ്, or we must remember that the power under section article 72 is of the widest amplitude. അപ്പോൾ ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് ഒരു വലിയ ആംപ്ലിറ്റ്യൂഡുള്ള സാധനമാണ്. സുപ്രീം കോടതിക്ക് മുകളിലുള്ള ആളാണ് ആര്? പ്രസിഡന്റ്. Can contemplate the merit kinds of categories of the case, which fact and situation varying from case to case. അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് അങ്ങ് പ്രഖ്യാപിച്ചാൽ ഓരോ കേസിനും അനുസരിച്ച് സാഹചര്യങ്ങൾ മാറി 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 വരും അല്ലേ? അതുകൊണ്ട് in which the merits of the reasons of the states may be profoundly satisfied by prevailing occasion and passing time, and it is of a great significance that the union it enjoys high status of the constitutional scheme. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡായ പ്രസിഡന്റ് ഹൈ സ്റ്റാറ്റസ് ഓഫ് സ്കീമാണ് എന്തിൽ ഉള്ളത്? ഭരണഘടനാ പ്രകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് ഖേഗർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1989 പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി സാർ. വായിച്ച മോളെ. In Kedar Singh vs. Union of India 1989, one Supreme Court case 204, Supreme Court case has observed that it seems to us that there is a sufficient indication in the terms of Article 72 and in the history of the power enshrined in that provision as well as existing case law, and specific guidelines need not be spelled out. Indeed, it may not be possible to lay down any precise, clearly defined, and sufficient channelized guidelines, for we must remember that the power under Article 72 is of the widest amplitude, can contemplate a myriad kinds and categories of cases with facts and situations varying from case to case, in which the merits and reasons of the states may be profoundly assisted by prevailing occasion and passing time. And it is of great significance that the functions itself enjoy high status in the constitutional scheme. Yes. Okay. Okay, sir.
ഇനി നോക്കൂ, ഉത്തൻ സുധാകർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 2006 സുപ്രീം കോടതി കേസ് 160. ഈ കേസിൽ ദി സുപ്രീം കോർട്ട് സ്റ്റാർട്ടഡ് ദാറ്റ് exercise executive clemency is a matter of discretion and it subject to certain standards. പ്രസിഡന്റിന്റെ 72 പ്രകാരമുള്ള അധികാരം ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഡിസ്ക്രീഷൻ. പ്രസിഡന്റ് വിവേചനാധികാരമാണ്. അല്ല, പ്രസിഡന്റ് ചെയ്തേ പറ്റും എന്ന് പറയാൻ പറ്റുമോ? ഡിസ്ക്രീഷൻ, വിവേചനം. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് പ്രിവിലേജ്. ജനങ്ങൾക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ ഞങ്ങളുടെ പ്രിവിലേജാണ് പ്രസിഡന്റ് ഇടപെട്ടേ പറ്റൂ എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ മാറ്റർ ഓഫ് പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇടപെടാൻ താല്പര്യമില്ലെങ്കിൽ ഇടപെടണ്ട. എന്താണ് പിന്നെ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ് ഓർ ദ ഗവർണർ ആസ് ദ കേസ് മേ ബി നോട്ട് ടു ബെനിഫിറ്റ് ഓഫ് കൺവിക്റ്റഡ് ഓൺലി. ഇത് പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ കൺവിക്റ്റഡ് പേഴ്സണ്, ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു മാറ്റർ ഓഫ് റൈറ്റ്സ് ആയി ഉന്നയിക്കാൻ കഴിയില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. But therefore the welfare of people who may be insist to perform of duty. ഇപ്പോൾ ഒരാളെ കൊന്നു, അവനെ കൊല്ലാൻ ശിക്ഷിച്ചു, ഞാൻ അവനെ കൊന്നുപോയി, അബദ്ധം പറ്റിയത് പോയാൽ എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി മാറ്റർ ഓഫ് റൈറ്റ് ഉണ്ടോ? ഇല്ല. പണ്ടത്തെ നിയമം അനുസരിച്ച് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, എല്ലിന് എല്ല് എന്നാണ് പോളിസി, അല്ലേ? ആ പോളിസി വെച്ച് പറയുവാണെങ്കിൽ ഒരു ന്യായവുമില്ല. ഒരുത്തനെ കൊന്നെങ്കിൽ കൊന്നവൻ ചാകണം എന്നതാണ് പോളിസി. നോക്കൂ, the discretion therefore has been exercised on public considerations alone. അതുകൊണ്ട് പ്രസിഡന്റ് പൊതു താല്പര്യം മനസ്സിലാക്കി മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ. The president and governor are the sole judges of sufficient of facts and of appropriateness of granting pardon and reprieves. എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്, പ്രസിഡന്റിന് അല്ലെങ്കിൽ ഗവർണർക്ക്, പ്രസിഡന്റ് ആൻഡ് ഗവർണർ ആർ സോൾ ജഡ്ജസ്. അവർ തന്നെ എന്താണ്? ജഡ്ജികളാണ്, സോൾ ജഡ്ജസ്. The sufficiency of facts and appropriations of granting pardon and repeats. അദ്ദേഹത്തിന് പാഡൻ കൊടുക്കണമോ അത് റിജക്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തന്നെ ചെയ്യും. However, എന്നിരുന്നാലും, this power is an enumerated power of the Constitution and its limitations, if any, must found at the Constitution itself. എന്ന് പറഞ്ഞാലും ശരി തന്നെ, ഒരു കൊല്ലാൻ വിധിച്ച ഒരാളെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു അധികാരം വളരെ വിശേഷപ്പെട്ട അധികാരമാണ്. അത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്നതിന് ഭരണഘടന തന്നെ പരിഹാരം കാണേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. The court said that granting of pardon is the sense and overturning of the judgment of conviction. The court said that, കോടതി പറഞ്ഞത് എന്താണ്? ഗ്രാൻഡിങ് ഓഫ് പാഡൻ, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, ഈസ് ഇൻ നോ സെൻസ് ആൻ ഓവർടേണിങ് ഓഫ് ജഡ്ജ്മെന്റ് ഓഫ് കൺവിക്ഷൻ. അത് ജഡ്ജ്മെന്റിന്റെയോ കൺവിക്ഷന്റെയോ ഓവർടേണിങ് അല്ല. പിന്നെന്താണ്? ഓവർടേണിങ് അല്ല. പിന്നെ ബട്ട് റാദർ ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ആക്ഷൻ. അതിലുപരി അതൊരു എക്സിക്യൂട്ടീവ് ആക്ഷനാണ്, ഭരണപരമായ നടപടിയാണ്. പിന്നെന്താ അവിടെ പറഞ്ഞേക്കുന്നത്? എക്സിക്യൂട്ടീവ് ആക്ഷൻ ദാറ്റ് mitigate or set aside and
സെറ്റ് അസൈഡ് ദ പണിഷ്മെന്റ് ഫോർ എ ക്രൈം. ഒരു കുറ്റത്തിന് ഒരാൾക്ക് കിട്ടിയ ഒരു ശിക്ഷയെ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് ഈ എക്സിക്യൂട്ടീവ് ആക്ഷൻ. മനസ്സിലായോ? ഇവിടെ ഉണ്ടോ? മനസ്സിലായി സാർ. ഇല്ല. It eliminates the effect of conviction without addressing the defendant guilty of innocence. ഒരാളെ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കാര്യമില്ല എന്ന് എന്തെങ്കിലും സംശയം തോന്നുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഹൈക്കോടതി അംഗീകരിക്കുകയും സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്താൽ അയാളെ എന്തെങ്കിലും സാഹചര്യത്തിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് അതിനുശേഷം തോന്നുകയാണെങ്കിൽ അയാളെ ഒഴിവാക്കാമെന്നാണ് ഇത്തരം സന്ദർഭങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ് യെസ്. അടുത്ത് it eliminates the effect of conviction without addressing the defense of guilt or innocence. The controlling factor of determining whether the exercise of prerogative power is subject to judicial form or judicial review. അങ്ങനെ ജുഡീഷ്യൽ ഫോമും ഡിഷ്യൂസ് റിവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി അംഗീകരിച്ചതിന് ശേഷം ഒരു ജുഡീഷ്യൽ തീരുമാനത്തിനെ പുനഃപരിശോധിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെയും പ്രസിഡന്റിൻ്റെയും അധികാരമാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. സുപ്രീം കോടതിയും അംഗീകരിച്ചതിന് ശേഷം ഒരു ജുഡീഷ്യൽ റിവ്യൂ നടത്തുക. An undue exercise of power is to be developed. Undue exercise of power. സുപ്രീം കോടതി വരെ പോയിട്ടും അവിടെ അൺഡ്യൂ എക്സസൈസ് ഓഫ് പവർ ഉണ്ടായെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആര് ഉപയോഗിക്കുന്നത്? പവർ ഉപയോഗിക്കുന്നത് പ്രസിഡന്റ് പവർ. പിന്നെ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇതായ അതിനെതിരെ പ്രസിഡന്റിനോട് ചോദിക്കാൻ പറ്റും, അങ്ങനെയാണോ? അങ്ങനല്ല. സുപ്രീം കോടതി വധശിക്ഷ അംഗീകരിച്ചാൽ പ്രസിഡന്റിന് മേഴ്സി പറ്റും. ബാക്കിയുള്ള കേസുകളെല്ലാം അവിടെ തീരും. എല്ലാ കേസിലും പോകാൻ പറ്റത്തില്ല. വധശിക്ഷ മാത്രം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അങ്ങനെ എല്ലാ കേസും പ്രസിഡന്റ് അടുത്ത് പോവുകയാണെങ്കിൽ പ്രസിഡന്റിന് അവിടെ ഇരിക്കാൻ നേരം കിട്ടും. എല്ലാവരും കേസ് കൊണ്ട് പ്രസിഡന്റ് അടുത്ത് പോകും. പൈസ ഉള്ളവരല്ല. അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? The controlling factor determining whether the exercise of prerogative power subject to judicial review is not source but is subject matter. അപ്പം നിയമവും മറ്റു കാര്യങ്ങളും അല്ല അവിടെ വിഷയമാക്കുന്നത്, സബ്ജക്റ്റ് മാറ്ററാണ്. എന്താണ് പ്രശ്നം? ഏത് സാഹചര്യത്തിലാണ് അവൻ കൊലപാതകയായത്? ഏത് സാഹചര്യത്തിലാണ് അവന് വധശിക്ഷ കിട്ടിയത്? അവനെ കൊന്നുകളഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? സബ്ജക്റ്റ് മാറ്റർ വിഷയമാണ് പരിഗണിക്കുക, നിയമമല്ല. മനസ്സിലായോ? It can no longer be said that prerogative power is ipso facto immune from judicial review. അത് ഇപ്സോ ഫാക്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കയറി ഉപയോഗിക്കലല്ല. ഈ ജുഡീഷ്യൽ റിവ്യൂ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കത്തില്ല. പ്രസിഡന്റിന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്റ്റീവ് പവർ ഉണ്ട്. ഓക്കെ. അടുത്ത് undue exercise of this power to be developed. വിവേചനാധികാരം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന അധികാരം അൺഡ്യൂ എക്സസൈസ് ആവാം. സ്വന്തം പാർട്ടിയുടെ ഭരണം വരുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ക്രിമിനൽസിനെ ശരി അവനെ തൂക്കിക്കൊല്ലണം, മറ്റവനെ തൂക്കിക്കൊല്ലണം എന്ന് വിചാരിക്കാനും എന്തുണ്ട്? സാധ്യതകൾ. മനസ്സിലായോ? മനസ്സിലായി സാർ. The consideration of religion, caste or political loyalty are intervened of fraught of the discrimination. ഈ കാര്യത്തിൽ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല. These are prohibited grounds. ഇതെല്ലാം നിരോധിക്കപ്പെട്ട കാരണങ്ങളാണ്. The rule of law is the base of evaluation of the decisions.
അങ്ങനെ പ്രസിഡന്റ് തീരുമാനമെടുക്കുമ്പോൾ റൂൾ ഓഫ് ലോ ആയിരിക്കണം പ്രധാനമായ വിഷയം. ദ സുപ്രീം quality of the rule of law and fairness is legal certainty. The principle of legality occupies central plan in the rule of law. അപ്പോൾ നിയമവാഴ്ച കേന്ദ്ര ഗവൺമെൻറ് നിയമവാഴ്ചയിൽ ഇടപെടുന്നതാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ്. മനസ്സിലായോ? മനസ്സിലായി സാർ. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നിയമവാഴ്ചയ്ക്കാണ്. Every prerogative has to be subject to the rule of law, rule of precedent. Law എന്നല്ല പറഞ്ഞിരിക്കുന്നത്, precedent എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay. Rule of law. The rule cannot be compromised the principle of rule of law, and the prerogative has to be subject to the rule of law. That rule cannot be compromise the principle of rule of law. It could be amount of setting the dangerous precedent. അങ്ങനെ നിയമം നോക്കാതെ മതവും ജാതിയും രാഷ്ട്രീയവും ഭാഷയും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു, റൂൾ ഓഫ് ലോ നടക്കും. അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? Therefore the power of executive clemency is not only the benefit of the convict, but while exercising such power, the president or governor, as it may be, has keep the mind the effect of his decision on the family of the victim. അങ്ങനെ ഒരുത്തനെ കുറ്റവിമുക്തനാക്കി വിടുമ്പോൾ ചത്തവനെയും ചത്തവന്റെ കുടുംബത്തെയും എന്ത് ചെയ്യണം? പരിഗണിക്കുകയും വേണം. മനസ്സിലായോ? മനസ്സിലായി സാർ. The society as a whole and the president sets the future. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിനെ ഒന്നായി കണ്ടുകൊണ്ട് ഒരുത്തനെ ഇപ്പം കുറ്റവിമുക്തനാക്കി വിട്ടു. അങ്ങനെ വന്നാൽ ശരി, ഒരുത്തനെ കൊന്നാലും കുറച്ചാളകത്ത് കിടന്ന അവസാനം ജീവൻ കൂടെ പുറത്തു വരാം, അത്രയും നാൾ സർക്കാർ ചെലവിൽ താമസിക്കുകയും ചെയ്യാം എന്ന പ്രസിഡന്റ് ഉണ്ടാകാൻ പാടില്ല, എന്ന മുൻവിധി ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. The power under Article 72, the power under Article 72, ഞാൻ വിളിക്കാം. The power under Article 72 can also under Article 161 of the Constitution is the widest amplitude and envisages myriad kinds of categories of case, fact and situation varying from case to case. അവിടുത്തെ പറഞ്ഞേ, അങ്ങനെ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനം ഓരോ കേസുകൾ അനുസരിച്ചും ഓരോ സാഹചര്യങ്ങളനുസരിച്ചും വ്യത്യസ്തമായാണ് ഉപയോഗിക്കുന്നത്. In the exercise of the power depends upon the facts and circumstances of the each cases and the necessity of the justification for exercising the power has to be judged from the case. അതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്ന അധികാരം. എങ്ങനെ ഉപയോഗിക്കുന്ന അധികാരം? പ്രസിഡന്റ് 72 പ്രകാരം ഉപയോഗിക്കുന്ന അധികാരം കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. Exercise of non-exercise of power and pardon by the president or governor is not immune from the judiciary. അങ്ങനെ ഉപയോഗിക്കുന്നത് ജുഡീഷ്യറിക്ക് ഇതെല്ലാം അതീതമായി ഉപയോഗിക്കാനും കഴിയില്ല. ഇവിടെ കിട്ടിയോ? മനസ്സിലായി സാർ. In Epurance Sudhakaran versus Government of Andhra Pradesh 2006-8 Supreme Court Case 161, the Supreme Court has stated that the exercise of executive clemency is a matter of discretion and yet subject to certain standards. It is not a matter of privilege. It is a matter of performance of official duty. It is vested in the president or the governor as the case may be, not for the benefit of the convict only, but for the welfare of the people who may insist on the performance of the duty.
This discretion, therefore, has to be exercised on public consideration alone. The president and the governor are the sole judges of the sufficiency of facts and of the appropriateness of a law, or guaranteeing the pardon and reprise. However, this power is an enumerated power in the Constitution, and its limitations, if any, must be found in the Constitution itself. The court said that the granting of pardon is in no sense an overturning of a judgment of conviction, but rather it is an executive action that mitigates or sets aside the punishment for a crime. It eliminates the effect of conviction without addressing the defendant's guilt or innocence. The controlling fact the controlling factor in determining whether the exercise of prerogative power is subjected to judicial innocence. The controlling factor in determining whether the exercise of prerogative power is subject to judicial review is not its source but its subject matter. It can no longer be said that the prerogative power is ipso facto immune from judicial review. An undue exercise of this power is to be deplored. Consideration of religion, caste, or from the judicial review. Caste or political loyalty are irrelevant and fraught with discrimination. These are prohibited ground. The rule of law is the basis for evaluation of all decisions. The supreme quality of the rule of law is fairness and legal certainty. The principle of legality occupies a central plan in the rule of law. Every prerogative has to be subject to the rule of law. That the rule cannot be comprised principles of the rule of law, and it would amount to setting dangerous precedent. The rule of law principle comprises a requirement of government according to law. The ethos of the government according to law requires the prerogative to be exercised in a manner which is consistent with the basic principle of fairness and certainty. Therefore, the power of executing clemency is not only for the benefits of the basic principles, not benefits of the convict, but while exercising such a power of the president of the governor. As it may be, has to keep in mind that effect of his decision on the family of the victim, the society as a whole, and the preceding its set for the future. The code also said that the power under Article 72 as also under Article 161 of the Constitution is the widest amplitude and envisages myriad kinds and categories of cases with facts and situations varying from case to case. The exercise of the power depends upon the facts and circumstances of such each cases, and the necessity or justification for exercise of that powers has to be judged from case to case. Thus, exercise or non-exercise of the power of pardon by the president or the governor is not immune from judicial review. Yes, നിർത്താം Sir? നിർത്താം നിർത്താം